സോ കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ 1137 ആണ്. എന്തായാലും വൺ പീസിന്റെ കണ്ടന്റിലെ നമുക്ക് ചെറിയൊരു ടാർജറ്റ് കൂടി വെക്കാം. 1K ലൈക്സ് ആണ് ഈ വീഡിയോക്ക് ഞാൻ വെക്കുന്ന ടാർജറ്റ്. നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. പിന്നെ കുറെ അധികം കൂട്ടുകാർ നമ്മുടെ പേജ് ഒക്കെ സബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് വെക്കണം, എങ്കിലേ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ മിസ്സാകാതെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കിങ് ഹാറൽ മരിച്ചിട്ട് ഇപ്പൊ ഏകദേശം 14 വർഷമായി. അത്രയും നാളായിട്ട് ഇവിടേക്ക് ആരും തന്നെ വന്നിട്ടില്ല. അങ്ങനെ അവരെല്ലാരും കൂടെ ആ ക്യാസിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ വരാൻ നേരത്ത് നമ്മുടെ റോഡ് ഞെട്ടിപ്പോകുകയാണ്. കാരണം അവിടുത്തെ ക്യാസിലിന്റെ വാതിൽ പൊളിഞ്ഞു കിടപ്പുണ്ട്. അവിടുത്തെ ഗാർഡ്സിനെ കാണാനില്ല. എന്താണ് സംഭവിച്ചെന്ന് ഒരു പിടുത്തവും ഇല്ല. സോറോടെ പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് പുറത്തുനിന്ന് പൊട്ടിച്ചതല്ല, അകത്തുനിന്ന് ആരോ പൊട്ടിച്ചതുപോലെയുണ്ട്. അതുമല്ല, ആരെങ്കിലും വന്നാൽ എങ്ങനെയാണ് അവർ അകത്ത് കയറിയത്? അത് കണ്ടുപിടിക്കാൻ ഒറ്റൊരു വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ലൂഫി അവരെല്ലാവരും വിളിച്ചിട്ട് അകത്തേക്ക് ഓടുകയാണ്. ലൂഫി നമ്മുടെ ലോക്കിയുടെ കീം തപ്പി നടക്കുവാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ക്യാസിലാണ്. ലൂഫിക്ക് അതിന്റെ സീലിംഗ് പോലും വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം അത്രയും വലിയൊരു ക്യാസിലാണത്. റോഡ് പിന്നെ നിനക്ക് ആ താക്കോൽ എവിടെ ഇരിക്കണം പോലെ പിടുത്തുണ്ടോ? ഇല്ല, എനിക്കൊരു പിടുത്തമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. എന്തായാലും നീ വന്നത് നന്നായി, കാരണം ഞങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് നമ്മുടെ സോറയും പറയുന്നുണ്ട്. എന്നിട്ട് സോറോന്റെ നാമിയും കൂടെ റോഡ് പൊക്കിയെടുക്കുവാണ്. സോറോ പറയുന്നുണ്ട്, ഭയങ്കരധികം വലിയ ക്യാസിലാണ്. അത് മാത്രമല്ലാതെ കണ്ടിട്ട് എന്നെ പേടിയും വരുന്നുണ്ട്. ഇത് ക്യാസിലാണോ എന്ന് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല. അത് മാത്രമല്ലാതെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞത് ആ ഇൻട്രൂഡേഴ്സ് വന്നുകൊണ്ട് തന്നെ ആയിരിക്കണം. അല്ലല്ല, അത് നിങ്ങൾക്ക് തെറ്റിയതാണ്. കാരണം ഈ കാണുന്നത് എല്ലാ കിങ് ഹാറൽഡോ ലോക്കിയുള്ള ഫൈറ്റിന്റെ ബാക്കിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പവേഴ്സ് ഒട്ടും നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. അവർക്ക് വളരെ വലിയ ഡിസ്ട്രക്റ്റീവ് പവേഴ്സ് ഉണ്ട്. പിന്നല്ലാതെ ലോക്കി എന്ന് പറയുന്നത് ഒരു മോൺസ്റ്റർ ആണ്. അത് മാത്രമല്ലാതെ ഞങ്ങളുടെ കിങ് ഹാറൽ ഒരു ഗ്രേറ്റ് വാരിയർ എന്ന് പേര് കിട്ടിയ ഒരാൾ കൂടിയാണ്. സോ ഇതൊക്കെ നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പെട്ടെന്ന് ലൂഫിയുടെ നാമിയുടെ കണ്ണിലേക്ക് ഒരു സാധനം വരുന്നുണ്ട്. ലൂഫി പറയുന്നുണ്ട്, ഇതെന്ത് വലുതാന്ന് നോക്കണേ. നാമിയാട്ടെ പേടിക്കുന്നുണ്ട്. ഇതെന്തുവാണ്? ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണ്. അവരൊരു റൂമിലേക്ക് കയറിയതാണ്. ആ റൂമിലാട്ടെ ഇഷ്ടംപോലെ വലിയ അസ്ഥികൂടങ്ങൾ കിടക്കുവാണ്. ജയൻസിന്റെ തലയോട്ടുകളാണ് അവിടെ കൂടുതലും കിടക്കുന്നത്. അന്ന് ആ ഫൈറ്റ് നടക്കുമ്പോൾ ഏകദേശം 100 കണക്കിന് ജയൻസ് ലോക്കിയുടെ എതിരെ നിന്നിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അത് ലോർഡ് ജാറുലാണ്. അത് കഴിഞ്ഞ് ആരും തന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയിൽ ഇത് കിടക്കുന്നത്. പാവപ്പെട്ട ആത്മാക്കൾ, ഇവര് എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ തന്നെ ലൂഫി കിടന്ന് വിളിക്കുന്നുണ്ട്, ഡാ നീ ഇങ്ങോട്ട് നോക്കിയേ, ഈ സ്കള്ളം നോക്കി. അത് ഏതെങ്കിലും ഏൻഷ്യൻ ജയന്റ് വാരിയല്ല ബ്ലഡ് ഉള്ള ഒരു ജയന്റിന്റേതായിരിക്കണം. ഞങ്ങൾ ആരും ഇപ്പൊ പ്യൂർ അല്ല, എങ്കിലും കുറച്ചധികം പേർക്ക് ഏൻഷ്യൻ ജയന്റ് വാരിയല്ല ബ്ലഡ് ഇപ്പോഴും ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൊമ്പുണ്ട്. ഞങ്ങളുടെ രാജാവും ഏകദേശം അതുപോലെയായിരുന്നു. പുള്ളിക്കാരൻ വളരെയധികം സ്ട്രോങ്ങറും ആയിരുന്നു, മറ്റുള്ളവരെ കടുപ്പാഞ്ഞതും വലുതുമായിരുന്നു. ദേ നോക്ക്, മേലിലേക്ക് നോക്ക്. അതാണ് ഞങ്ങളുടെ കിങ് ഹാറൽ. വളരെ നല്ല മനുഷ്യനായിരുന്നു. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. പുള്ളിക്കാരൻ പുറം ലോകവുമായിട്ട് വളരെ നല്ല ബന്ധങ്ങൾ പുതുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നെങ്കിലും പുള്ളിക്കാരനെ കൊണ്ട് സാധിച്ചില്ല. എൽബുഫിലെ സ്ട്രോങ്ങസ്റ്റ് കിങ് ആയിരുന്നു ഞങ്ങളുടെ കിങ് ഹാർ. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പുള്ളിക്കാരന്റെ തലയിൽ ആ പാടുകൾ കാണാം. അത് ഏൻഷ്യൻ ഹോൺസ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അത് അറുത്തു മാറ്റി. ഏൻഷ്യൻ ജയൻ വാരിയേഴ്സ് എന്നൊക്കെ പറയുന്നത് യുദ്ധത്തിന് വേണ്ടി ജനിച്ചവരാ. പക്ഷെ ഞങ്ങളുടെ കിങ് അങ്ങനെയല്ലായിരുന്നു വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ അത് മുറിച്ചു മാറ്റിയത്. എന്റെ പൊന്നു, അവന് കൊമ്പുണ്ടായിരുന്നു, അതുപോലെ അവൻ മുറിച്ചു മാറ്റിയിരുന്നു. സൂപ്പർ. ലൂഫി ഇതൊക്കെ കണ്ടിട്ട് അതിശയിച്ച് നിൽക്കുവാണ്. ഞങ്ങളുടെ കിങ്ങിന്റെ മരണശേഷം ഈ കൺട്രി തന്നെ നശിച്ചു എന്ന് തന്നെ പറയാം. എല്ലാവരും വളരെയധികം സങ്കടത്തിലായി. ലോക്കിയോട് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കിങ്ങിന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ഹജറുദ്ദീൻ ആയിരുന്നു. എന്ത്, ഹജറുദ്ദീൻ ലോക്കിയുടെ ബ്രദർ ആണെന്നോ? അപ്പൊ തന്നെ നാമിയും ചോദിക്കുന്നുണ്ട്, ലോക്കിയുടെ ബ്രദറോ? പക്ഷെ അവരുടെ അമ്മമാർ രണ്ടായിരുന്നു. ഞങ്ങളുടെ ക്യൂനിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഹജറുദ്ദീൻ ജനിച്ചിരുന്നു. പക്ഷെ എൽബഫിലുണ്ടായിരുന്ന ആരും തന്നെ ഹജറുദ്ദീന്റെ അമ്മേനെ ക്യൂനായിട്ട് കണക്കാക്കിയില്ല. കാരണം പുള്ളിക്കാരി മറ്റൊരു കൺട്രിയിൽ ജനിച്ച ജയന്റ് ആയിരുന്നു. അതെന്ത് കുഴപ്പമാണ്, രണ്ടുപേരും ജയന്റ് അല്ലേ, പിന്നെന്താ പ്രശ്നം എന്ന് അവിടെ സോറ ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും ജയന്റ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാലോ, സ്ഥലത്തിന് വേണ്ടി മനുഷ്യരെ കൊല്ലാറില്ലേ? ഏകദേശം അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അവർ പറയുന്നത് പുറത്തൊരു ജയന്റുമായിട്ട് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതത്ര പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കത്തില്ല, അതിന് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് ഹജറുദ്ദീന്റെ ക്രൂയിൽ ചേർന്നത്? അവൻ അങ്ങനത്തെ ബ്ലഡ് ആണെന്ന് നിനക്ക് അറിയാലോ. അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ റോഡിനെ എല്ലാവരും ബുള്ളി ചെയ്യുമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഹജറുദ്ദീനാണ് റോഡിനെ ആദ്യമായിട്ട് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ കണക്കാക്കിയത്. അവൻ മാത്രമേ എന്റെ കൂടെ നേരെ ചൊവ്വയൊക്കെ നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും എന്നെ കളിയാക്കപ്പോൾ അവൻ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ലാതെ അവന്റെ അച്ഛൻ ഒരു കിങ് ആയിരിക്കാം, പക്ഷെ അവന്റെ അമ്മ അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് അവൻ കുറെയൊക്കെ സഹിച്ചാണ് വളർന്നത്. അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ ഒരിക്കൽ എല്ലാ ജയൻസിന്റെ ട്രൈബ്സും ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. പിന്നെ നമ്മുടെ ഹജറുദ്ദീനെയും ബാക്കിയുള്ളവരെ എല്ലാവരും കാണിക്കുന്നത് അവരെല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ അടിച്ചുകൊണ്ട് കിടന്ന കാറുമാണ്. ഹജറുദ്ദീൻ പറയുന്നുണ്ട്, ഞാൻ ജയൻസിന്റെ രാജാവാകും. എല്ലാവരും നമ്മുടെ ഹജറുദ്ദീനെ ചീറും ചെയ്തുകൊണ്ട് നിനക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അവന്റെ ഡ്രീമിനെ ഞാൻ ഉറപ്പായിട്ടും റിയാലിറ്റി ആക്കും. ഇത് കൊള്ളാം, എനിക്കെന്തായാലും ഇത് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നില്ല. കാരണം ഞാനും കുറെ നാളായിട്ട് കേൾക്കുന്നതാണെന്ന് സോറോയും പറയും. ലൂഫിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വന്ന് പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് വാ, ഞാൻ 2 ജയൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവർക്ക് പക്ഷെ
ബോധമില്ല. അവിടുന്ന് നമ്മുടെ റിലം ഓഫ് ഡെഡിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ ലോക്കിയുടെ ചോരൽ കുളിച്ച് കിടപ്പുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നത് എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റാത്ത കൊണ്ടാണെന്ന് ആലോചിച്ചു. നിന്നെ ഇവിടെ ആരും കെട്ടിയിട്ടില്ലായിരുന്നെങ്കിലും റിസൾട്ടിന് ഒരു ചേഞ്ചും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിന്നെ വലിച്ച് കീറും. നായേ, നിനക്കൊരു ചാൻസ് ആണ് ഞങ്ങൾ തരുന്നത്. ഈ ലോകത്ത് അത്ര ആർക്കും തന്നെ കിട്ടാത്ത ഒരു ചാൻസ്, ഒരു ഡിവിനിറ്റിയുടെ ചാൻസ്. അതുപോലെ നീ വേണ്ടെന്ന് പറയുവാണ്. ഇത് പറയാൻ നേരത്ത് പുള്ളിക്കാരി ആരോസ് ഒക്കെ കൊണ്ട് ഒരു വലിയ ബൂട്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കുവാണ്. എന്നിട്ട് അവൾ നടക്കുന്നുണ്ട്. നടക്കുന്നതിന്റെ ഓരോ കൂട്ടത്തിൽ ഓരോ ആരോ ആ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ ദിശയിലേക്ക് പോകുന്നുണ്ട്. ലോക്കിയുടെ ഫേസിന്റെ ഫ്രണ്ടിൽ കൂടെ ആദ്യം ഒരു ആരോ പോകും. എന്നിട്ട് റൈറ്റ് സൈഡിൽ കൂടെ വീണ്ടും പറഞ്ഞു പോകും. അപ്പൊ ലോക്കി പറയുന്നുണ്ട്, നീ ആദ്യം എന്റെ സൈഡിൽ നോക്കി ഒരു കിക്ക് തരും, എന്നിട്ട് ഞാൻ താഴത്തേക്ക് വീഴാൻ നേരത്ത് ഒരു അപ്പർ കട്ടും ചെയ്യും. അതെല്ലാം നീ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നീ അഡ്വൈസ് ചെയ്യുന്നതിൽ സന്തോഷം. നീ പേടിക്കേണ്ട, എന്റെ ആരോസ് ഫ്യൂച്ചറിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. അത് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ അത് തടയാൻ സാധിക്കത്തില്ല. അത് എനിക്ക് മാത്രമേ തടയാൻ പറ്റത്തുള്ളൂ. ലോക്കി, ഒരു വാക്ക് പറഞ്ഞാൽ മതി നിനക്ക് ഗോഡ്സ് നൈറ്റ് ആകണമെന്ന്. ഇത് എല്ലാം ഇവിടെ തീരും. എന്നിട്ട് അവളാകട്ടെ ഒരു ആരോ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കൂടെ നടന്ന് ലോക്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഞാൻ നിന്നോട് ഒരു 100 വട്ടം പറഞ്ഞ് എനിക്കതിൽ താല്പര്യമില്ല എന്ന്. അപ്പൊ തന്നെ അവൾ അവിടെ കൂടെ നേരെ ഓടി വന്ന് ലോക്കിയുടെ കരണം നോക്കി ഒരു കിക്ക് കൊടുക്കും. എന്നിട്ട് പുള്ളിക്കാരി അവിടെ കിടന്ന് കറങ്ങിട്ട് ലോക്കിയുടെ താടിക്ക് നോക്കി ഒരു ഇടിയും കൊടുക്കുന്നുണ്ട്. വളരെ പവർഫുൾ ആയാലോ ഇടി കൂടിയായിരുന്നു. ലോക്കിക്ക് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. പുള്ളിക്കാരനായിട്ട് തല കുനിച്ച് നേരെ താഴത്തേക്ക് കിടക്കുവാണ്. അതേസമയം ലോക്കിനെ രക്ഷിക്കാൻ വന്ന പല മൃഗങ്ങളെ നമ്മുടെ ഗുങ്കോ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. നീ ഉറപ്പായിട്ട് ഇതിനെല്ലാം അനുഭവിക്കുമെന്ന് ലോക്കി പറയാൻ നേരത്ത് പെട്ടെന്ന് പുള്ളിക്കാരി കുറെ അധികം ആരോസ് പല ഡയറക്ഷനിൽ നിന്ന് ലോക്കിയുടെ നേരെ എത്തിക്കുന്നുണ്ട്. ലോക്കി പറയുന്നുണ്ട്, നിർത്ത്. ഞാൻ നിർത്താം, പക്ഷെ നീ ആദ്യം പറ, നീ ഗോഡ്സ് നൈറ്റ് ചേരുവന്ന്. പെട്ടെന്ന് ലോക്കി അവളെ കളിയാക്കാൻ നിർത്തും. പിന്നെ ലോക്കിയുടെ ഒരു കാറിലാണ് കേൾക്കുന്നത്, ഭയങ്കര ഒച്ചത്തിൽ തന്നെ. ഗൈസ്, പിന്നെ ഈ ഗോഡ്സ് നൈറ്റും ഹോളി നൈറ്റ്സ് ഒക്കെ ട്രാൻസ്ലേഷനിൽ വരുന്ന വ്യത്യാസമാണ്. ഞാൻ കിട്ടുന്ന ട്രാൻസ്ലേഷൻ അതേപോലെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ ഗോഡ്സ് നൈറ്റ് എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആ ഗുങ്കോടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മിസ്റ്റീരിയസ് ഉള്ള ക്യാരക്ടറിനെ കാണിക്കുവാണ്. പുള്ളിക്കാരനായിട്ട് അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മതി ഗുങ്കോ. എന്നിട്ട് ആ ക്യാരക്ടർ അവിടുന്ന് എഴുന്നേക്കുന്നുണ്ട്, റിവീലും ചെയ്യുന്നുണ്ട് അത് ആരാണെന്ന്. ഫേസ് കാണിക്കാൻ നേരത്ത് ഷാങ്സിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നെങ്കിലും സ്കാർസ് ഇല്ലാത്ത ഒരു ഫേസ്. ആദ്യം നമുക്ക് മേലേക്ക് കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് തീരുമാനിക്കണം ഇവിടെ എന്ത് ചെയ്യണമെന്ന്. അല്ലെങ്കിലും എല്ലാ പീസസ് ഒന്നും നമുക്ക് ഉപകാരപ്പെടാറില്ലല്ലോ. പക്ഷെ എനിക്ക് ഇതിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് പറയുന്നത് മറ്റാരുമില്ല, ഷാങ്സിനെ പോലെ തന്നെ ഇരിക്കുന്ന ഫിഗർലാൻഡ് ഷാംറോക്ക്. പുള്ളിക്കാരനായിട്ട് ഫിഗർലാൻഡ് ഗാർലിങ്ങിന്റെ മകൻ കൂടിയാണ്. അത് മാത്രമല്ല ഗോഡ്സ് നൈറ്റിലെ ക്യാപ്റ്റനും കൂടിയാണ്. അതേസമയം ഗുങ്കോ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈൽഡ് ചെയ്തില്ലെങ്കിൽ അതിന് മരണമെന്നല്ല അർത്ഥം. എന്തായാലും വിധി പോലെ നടക്കട്ടെ. അത് പറയുന്നത് മറ്റാരുമില്ല, ഗുങ്കു ആണ്. പുള്ളിക്കാരി ഗോഡ്സ് നൈറ്റിലെ ഒരു അംഗം കൂടിയാണ്. പുള്ളിക്കാരുടെ ഡെവിൾ ഫ്രൂട്ടിന്റെ നെയിം ആരോ ഫ്രൂട്ട് എന്നാണ്. ഒരു കാലത്ത് ഈ ലോകം തന്നെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു റേസ് ആയിരുന്നു എൽബഫിലെ ജൈൻസ്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും നമ്മുടെ കീഴിലാക്കിയിരിക്കുമെന്ന് പറയുവാണ് ഫിഗർലാൻഡ് ഷാംറോക്ക്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇതാരാണ് ഈ ഫിഗർലാൻഡ് ഷാംറോക്ക് ഒക്കെ ആരാണെന്നാണ് ചിന്തിക്കുന്നത് എങ്കിൽ നമ്മുടെ പേജിലിട്ട മറ്റൊരു വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അതിൻ്റെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ പറയുന്നുണ്ട്.